ആധുനിക കാലത്തെ ഏറ്റവും പ്രൊഫഷണലായ കമാൻഡോ ഓപ്പറേഷനാണ് ഒക്ടോബർ 7 നടത്തിയ അൽ അക്സ പ്രളയമെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബൂ ഉബൈദ. നിർബാധം തുടരുന്ന ഇസ്രായേൽ കുടിയേറ്റം, യഹൂദവൽക്കരണം, അൽ അക്സ പള്ളിക്കെതിരായ ആക്രമണം എന്നിവയാണ് അൽ അക്സ പ്രളയത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്താനിരുന്ന വലിയ ഓപ്പറേഷൻ മുന്നിൽ കണ്ടുള്ള നീക്കം കൂടിയായിരുന്നു ഒക്ടോബർ 7 അദ്ദേഹം പറഞ്ഞു. അൽ അക്സ പ്രളയത്തിൻ്റെ വാർഷിക ദിനത്തിലാണ് അബൂ ഉബൈദയുടെ വീഡിയോ പുറത്തു വരുന്നത്. 2023 ഒക്ടോബർ 7 ശേഷമുള്ള അബൂ ഉബൈദയുടെ 28ാമത്തെ പ്രസംഗമാണിത്. ജൂലൈ 7 അദ്ദേഹം അവസാനമായി പ്രസംഗിച്ചത്. എല്ലാവിധത്തിൽ ആക്രമിച്ചിട്ടും ഐതിഹാസിക രീതിയിലായിരുന്നു ഞങ്ങളുടെ ചെറുത്തുനിൽപ്പ്. ആയിരക്കണക്കിന് ശത്രു സൈനികരെ വകവരുത്തുകയും പരിക്കേൽപ്പിക്കുകയും നിരവധി സൈനിക വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. ഗസ മുനമ്പിലെ ഓരോ ഇഞ്ചിലും വീരോചിതമായ ചെറുത്തുനിൽപ്പാണ് പോരാളികൾ തുടരുന്നത്. ഏത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യാൻ മടിക്കാത്തൊരു ശത്രുവിനെതിരെ ഇപ്പോഴും തങ്ങൾ പോരാട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം അടക്കം പ്രധാനമായും 7 വിഷയങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത്. അതിലൊന്നായിരുന്നു ഇപ്പോഴും തുടരുന്ന ചെറുത്തുനിൽപ്പ്. ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയെയും അദ്ദേഹം പ്രസംഗത്തിൽ തുറന്നുകാട്ടി. മറ്റൊന്ന് യമൻ, ഇറാഖ്, ലബനാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച പിന്തുണയെക്കുറിച്ചാണ്. ഹിസ്ബുള്ളയെയും ശത്രുവിന് ഉഗ്രം മറുപടി കൊടുക്കുന്ന ഇറാന്റെ പോരാട്ടങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. ഫലസ്തീൻ ജനതയെ പിന്തുണക്കാൻ വലിയ രീതിയിൽ അറബ് ഇസ്ലാമിക അന്തർദേശീയ ക്യാമ്പയിൻ ആരംഭിക്കാനും ആഹ്വാനം ചെയ്തു. ഇസ്രായേലി ബന്ദികളുടെ കാര്യവും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി. ബന്ദികളാക്കിയ ശേഷമുള്ള ആദ്യ ദിവസം മുതൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ അപകടത്തിലാകുന്ന പക്ഷം മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദിനം കൂടുന്തോറും ബന്ദികളുടെ ജീവൻ അപകടത്തിലാണെന്നും ഇസ്രായേലിൻ്റെ തന്നെ വെടിവെപ്പിന് അവർ വിധേയരാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളോട് ചെറുത്തുനിൽപ്പ് തുടരാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്തിടെ നടന്ന ജാഫ ഓപ്പറേഷൻ വരാനിരിക്കുന്ന തിരിച്ചടികളുടെ ഒരു എപ്പിസോഡ് മാത്രമാണ്. ഞങ്ങളുടെ നേതാക്കളെ വധിച്ച് ആഹ്ലാദിക്കാമെന്ന് കരുതേണ്ട. അത്തരം ആനന്ദങ്ങൾ അധികം നിലനിൽക്കില്ല. കൊലപാതകങ്ങൾ ഒരു വിജയമായിരുന്നെങ്കിൽ ഷെയ്ഖ് ഇസുദ്ദീൻ അൽ ഖസാമിൻ്റെ വധത്തോടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇസ്മായിൽ ഹനിയയുടെയും ഹസൻ നസ്രുള്ളയുടെയും രക്തസാക്ഷിത്വമൊന്നും ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളെ തെല്ലും ബാധിക്കില്ല. ഈ ദേശം ഒലീവ് വിളയുന്നത് പോലെ പോരാളികൾക്ക് ജന്മം നൽകി അവർ തലമുറകൾക്ക് പ്രചോദനം നൽകുമെന്നും അബൂ ഉബൈദ ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. ഒക്ടോബർ 7 വാർഷിക ദിനത്തിൽ ഇസ്രായേൽ നഗരമായ തെൽ അവീവിൽ അൽ ഖസാം ബ്രിഗേഡ് റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെ ഗസ മുനമ്പിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു തിരിച്ചടി. ആക്രമണത്തെ തുടർന്ന് തെൽ അവീവിലെ ജനങ്ങൾ ബോംബ് ഷെൽട്ടറിൽ അഭയം തേടി. ഇസ്രായേൽ നഗരങ്ങളിൽ ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ വാർഷിക ചടങ്ങുകൾ നടക്കുന്നതിന് ഇടെയാണ് അപ്രതീക്ഷിത റോക്കറ്റ് ആക്രമണം. തെൽ അവീവിലെ വാണിജ്യ കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്ന് ഹമാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സെൻട്രൽ ഇസ്രായേലിൽ 5 റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.